എല്ലാ രോഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട്. അതിൻ്റെ ഒരു ഉത്ഭവത്തിനെ കുറിച്ചിട്ടുമൊക്കെ അതിന് പിന്നിലൊരു കഥയുണ്ടാവും. അപ്പോൾ ആ കഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 1958 വാനര വസൂരി ഈ കുരങ്ങിൽ കണ്ടെത്തി. അതിനുശേഷം മനുഷ്യനിലേക്ക് അത് വരുന്നത് 1970-കളിലാണ്. 1970 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ആഫ്രിക്കൻ രാഷ്ട്രമാണ്. അപ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രമായ കോങ്കോയിൽ 9 വയസ്സുള്ള ഒരു ബാലനിലാണ് ആദ്യമായിട്ട് മങ്കി പോക്സ് കണ്ടെത്തുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ആ ബാലനിൽ ഈ അസുഖം വന്നു എന്ന് ഗവേഷകർ ചിന്തിച്ചു. അങ്ങനെ അവർ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലൻ താമസിച്ചിരുന്നത് അവിടെയുള്ള ഒരു മഴക്കാടിനടുത്തായിരുന്നു. ഈ വലിയ ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ആ ബാലൻ്റെ വീട്ടിൽ ഒരുപാട് വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു. അണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഗവേഷകർ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായി ഈ അണ്ണാൻ കുഞ്ഞിൽ നിന്നും ഈ മഴക്കാടുകൾക്ക് അടുത്തു നിന്നുള്ള ആയതുകൊണ്ട് തന്നെ അണ്ണാൻ കുഞ്ഞിന് എവിടുന്നോ ഈ വൈറസ് ബാധ ഏൽക്കുകയും അണ്ണാൻ കുഞ്ഞിൽ നിന്ന് ഈ ബാലനിലേക്ക് ഈ അസുഖം വരികയും ചെയ്തു എന്ന് മനസ്സിലായി. അതിനുശേഷം ആഫ്രിക്കയിലുള്ള ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലേക്കും അതുപോലെ മഴക്കാടുകൾക്ക് അടുത്തേക്കുമുള്ള രാഷ്ട്രങ്ങളിലേക്കും എല്ലാം ഈ മങ്കി പോക്സ് വ്യാപിച്ചു. പ്രധാനമായിട്ടും മധ്യ ആഫ്രിക്കയിലേക്കും പടിഞ്ഞാറേ ആഫ്രിക്കയിലേക്കുമാണ് മങ്കി പോക്സ് കൂടുതലായിട്ടും ബാധിക്കുകയുണ്ടായത്. പ്രധാനമായിട്ടും ബാധിച്ച രാജ്യങ്ങൾ കാമറൂൺ, ഘാന, സുഡാൻ, നൈജീരിയ, ലൈബീരിയ തുടങ്ങിയ ഐവറി കോസ്റ്റ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്കാണ് ഇത് പടർന്നത്. പ്രധാനമായിട്ടും നൈജീരിയയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മങ്കി പോക്സ് കേസുകൾ കണ്ടെത്തിയ രാഷ്ട്രം നൈജീരിയയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നിട്ടുള്ളത് മങ്കി പോക്സ് മൂലമുള്ള മരണങ്ങൾ നടന്നിട്ടുള്ളതും നൈജീരിയയിലാണ്. അതിനുശേഷം 1970 മുതൽ 2000 വരെ ആഫ്രിക്കയിൽ പല രാഷ്ട്രങ്ങളിലേക്കും ഈ മങ്കി പോക്സ് വ്യാപിച്ചു. അപ്പം 2000-ന് ശേഷം ആണ് ആദ്യമായിട്ട് ഒരു കേസ് ആഫ്രിക്കയിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ആഫ്രിക്ക എന്നുള്ള കോണ്ടിനെൻറ്റിൽ നിന്നും പുറത്തേക്കുള്ളൊരു കോണ്ടിനെൻറ്റിലേക്ക് ഈ വാനര വസൂരി പോയത് 2003-ലാണ്. അത് USA-യിലായിരുന്നു. USA-യിലുള്ള ഒരാൾക്കാണ് ആദ്യമായിട്ട് ആഫ്രിക്കയുടെ പുറത്ത് ഈ വാനര വസൂരി ബാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കോൺഷ്യസ് ആയി എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത് എന്നുള്ളത്. അയാളാണെങ്കിൽ ആഫ്രിക്കയിലേക്ക് ട്രാവൽ നടത്തിയൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് നമ്മൾ ലോകാരോഗ്യ സംഘടന ഒന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നടത്തിയ ചർച്ചയിലാണ് ഈ രോഗം ബാധിച്ച USA-കാരൻ വീട്ടിൽ അണ്ണാൻ കുഞ്ഞിനെ വളർത്തിയിരുന്നു. അദ്ദേഹം ഒരുപാട് വിവിധ തരത്തിലുള്ള അണ്ണാനുകളെ അദ്ദേഹം വീട്ടിൽ വളർത്തിയിരുന്നു. അപ്പോൾ ഈ അണ്ണാൻ എങ്ങനെയാണ് ഈ രോഗം ബാധിച്ചതെന്നും കൂടി അവർക്ക് സംശയമായി. കാരണം ഇതൊരു മഴക്കാടിനനുസരിച്ച് അടുത്തുള്ളൊരു സ്ഥലമൊന്നുമല്ല. അപ്പം ഈ അണ്ണാൻ കുഞ്ഞിനെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് നോക്കി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് സാധാരണ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ ആ പെറ്റ് ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ചു. അപ്പോൾ ആ പെറ്റ് ഷോപ്പിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ അണ്ണാൻ കുഞ്ഞുങ്ങളെല്ലാം ആഫ്രിക്കയിലുള്ള ഘാന എന്ന രാഷ്ട്രത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത അണ്ണാൻ കുഞ്ഞുങ്ങളായിരുന്നു. ഈ അണ്ണാൻ കുഞ്ഞുങ്ങളെല്ലാം ഒരു കേജ് ഒരു കൂട്ടിലിട്ടുകൊണ്ടാണ് അവരവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഒരു കൂട്ടിലായപ്പോൾ ഒരുപാട് അണ്ണാൻ കുഞ്ഞുങ്ങൾ ക്ലോസ് കോണ്ടാക്റ്റ് വന്നു. അങ്ങനെ അതിലേതെങ്കിലും ഒരു അണ്ണാൻ കുഞ്ഞിന് ഈ രോഗം ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും അത് പടരും. അപ്പോൾ അവിടെ നിന്ന് ഇയാൾ വാങ്ങിച്ചു, ഈ രോഗം കിട്ടി. ഇയാൾക്ക് ആ രോഗം കിട്ടിയതോടെ ആ ഒരു ഔട്ട് ബ്രേക്ക് 1970 USA-യിൽ ഏകദേശം 70 മങ്കി പോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 5ഓളം മരണങ്ങളും നടന്നു. അങ്ങനെയായപ്പോൾ ലോകാരോഗ്യ സംഘടന ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ പടരുന്നുണ്ടല്ലോ, എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി. പക്ഷേ ഒന്നും സാധിച്ചില്ല. മങ്കി പോക്സിനെ തടയാൻ പറ്റിയില്ല. മങ്കി പോക്സ് പല രാഷ്ട്രങ്ങളിലേക്ക് പിന്നീട് വ്യാപിച്ചു.